കാതികയിലേക്ക് സ്വാഗതം. ഇന്ന് കാതികയിൽ നമ്മൾ അക്ബറും ബിർബലിൻ്റെയും ഒരു കഥ കേൾക്കാം. കഥയ്ക്ക് മുന്നേ ഒരു ചെറിയ കടുങ്കഥ. കറുപ്പാണ് എൻ്റെ നിറം, നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാനും വരും. ഒന്നും കൂടെ കേൾക്കുക. കറുപ്പാണ് എൻ്റെ നിറം, നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ വരും. കൂട്ടുകാർ കടുങ്കഥയുടെ ഉത്തരം ആലോചിക്കുക. ഈ കഥയ്ക്ക് ശേഷം നമുക്ക് ഇതിൻ്റെ ഉത്തരം കേൾക്കാം. കഥ തുടങ്ങും. അക്ബർ ചക്രവർത്തിയുടെ രാജ്യത്ത് ധ്യാൻചന്ദ് എന്നൊരു മിഠായിക്കാരനുണ്ടായിരുന്നു. ഒരു സ്വീറ്റ് സെല്ലർ ഉണ്ടായിരുന്നു. അയാളുടെ കടയിൽ കിട്ടുന്ന മിഠായിക്ക് വളരെ വിലയും വളരെ സ്വാദുമായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് ഗോപു എന്നൊരു പാവപ്പെട്ട ആൾ ആ കടയുടെ അടുത്ത് വന്നിരുന്നു. മിഠായി വിൽക്കുന്ന ധ്യാൻചന്ദിൻ്റെ കടയുടെ അടുത്ത് വന്നിരുന്നു. അടുത്തിരിക്കുമ്പോൾ, ഒരു മിഠായിക്കടയുടെ അടുത്തിരിക്കുമ്പോൾ എന്ത് പറ്റും? ആ മിഠായി കടയിൽ നിന്ന് കിട്ടുന്ന മണവും സ്വാദും എല്ലാം നമുക്ക് മണത്തറിയാൻ പറ്റും. അപ്പം ഗോപു ഒരു പാവപ്പെട്ട ആളായിരുന്നു. ഈ മിഠായി കടയിൽ നിന്ന് പൈസ കൊടുത്ത് മേടിക്കാനുള്ള പൈസയോ സമ്പത്തോ ഗോപുവിനില്ലായിരുന്നു. അപ്പോൾ ഗോപു വിചാരിച്ചു, ആഹാ, ഈ കടയിൽ നിന്ന് കിട്ടുന്ന പലഹാരത്തിന് എന്ത് നല്ല സ്വാദായിരിക്കും, ഇതിൻ്റെ മണം കേട്ടാൽ തന്നെ അറിയാം. ഗോപു തൻ്റെ കയ്യിലിരുന്ന പൊതിയിൽ നിന്ന് പാവപ്പെട്ട ഒരു ചെറിയ റൊട്ടി എടുത്ത് കഴിച്ചു. ധ്യാൻചന്ദിൻ്റെ കടയിൽ നിന്ന് വരുന്ന പലഹാരങ്ങളുടെ സ്വീറ്റിൻ്റെ മണവും ആസ്വദിച്ച് ഗോപു കഴിച്ചു. അങ്ങനെ കഴിക്കുമ്പോൾ ഗോപുവിൻ്റെ റൊട്ടിക്ക് നല്ല സ്വാദ് തോന്നി. ഗോപു ഇത് പതിവായി ചെയ്യുമായിരുന്നു. എന്നും ഉച്ചയ്ക്ക് അവിടെ വന്നിരിക്കുന്ന പാവപ്പെട്ട ഗോപുവിനെ കണ്ട് ധ്യാൻചന്ദിന് കാര്യം മനസ്സിലായി. ധ്യാൻചന്ദിന് ദേഷ്യം വന്നു. തൻ്റെ കടയിൽ നിന്ന് വരുന്ന മിഠായികളുടെ മണം പൈസയൊന്നും തരാതെ ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ടിട്ട് ധ്യാൻചന്ദ് ചാടി ഗോപുവിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പാവപ്പെട്ട ആളുടെ അടുത്ത് പറഞ്ഞു, ഇത് നടക്കില്ല ഗോപു, നീ എന്നും ഇവിടെ വന്നിരുന്ന് എൻ്റെ മധുരത്തിൻ്റെ മണം കേട്ട് കഴിക്കുകയാണ്, എനിക്കതിൻ്റെ പൈസ തന്നേ പറ്റൂ. ഗോപു പേടിച്ചു പോയി. മണത്തിനും പൈസയോ? ഇല്ല, ഞാൻ തരില്ല എന്ന് ഗോപു പറഞ്ഞു. ധ്യാൻചന്ദും ഗോപുവും തമ്മിൽ വഴക്കായി, തർക്കമായി. അവസാനം അവർ തീരുമാനിച്ചു, നമുക്ക് അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ചെന്ന് ഇതിന് ഒരു തീരുമാനമുണ്ടാക്കാം. രണ്ടുപേരും കൂടി അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെത്തി. അക്ബർ ചക്രവർത്തിയുടെ കൂടെ നമ്മുടെ ബിർബലും ഉണ്ടായിരുന്നു. ധ്യാൻചന്ദും ഗോപുവും നടന്ന സംഭവം മുഴുവനും പറഞ്ഞു. അതെല്ലാം കേട്ട് അക്ബർ ചക്രവർത്തിക്ക് എന്താ പറയണ്ടതെന്ന് മനസ്സിലായില്ല. എന്താ ഒരു കാര്യം, മണത്തിനും പൈസ കൊടുക്കുകയോ? അവിടെ കൊട്ടാരത്തിലുള്ള എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ ബിർബലും ആലോചിച്ചു. ബിർബൽ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ധ്യാൻചന്ദ് പറഞ്ഞതാണ് ശരി. ഗോപു, നീ ധ്യാൻചന്ദിന് പൈസ കൊടുത്തേ പറ്റൂ. ഗോപു പെട്ടെന്ന് പേടിച്ചു പോയി. ബിർബലും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പൈസ കൊടുക്കും? ബിർബൽ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു നാണയമെടുത്ത് കുറച്ച് പൈസ എടുത്ത് പാവപ്പെട്ട ഗോപുവിന് കൊടുത്തു. ഗോപുവിനോട് പറഞ്ഞു, ഗോപു, നീ ഈ പൈസ എടുത്തിട്ട് ധ്യാൻചന്ദിൻ്റെ മൂക്കിനടുത്തേക്ക് വെക്കുക. ധ്യാൻചന്ദ് മണക്കട്ടെ. നീയും മിഠായിയുടെ മണമല്ല കേട്ടോളൂ, കഴിച്ചില്ലല്ലോ. ധ്യാൻചന്ദും പൈസയുടെ മണം മാത്രം കിട്ടട്ടെ. ഗോപു പെട്ടെന്ന് പൈസ എടുത്ത് ധ്യാൻചന്ദിൻ്റെ മൂക്കിനടുത്തേക്ക് വെച്ചു. അതോടെ ധ്യാൻചന്ദിന് പറഞ്ഞ അക്കിടി അപ്പോഴാണ് പിടികിട്ടിയത്. കൊട്ടാരത്തിൽ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. അക്ബർ ചക്രവർത്തിയും ചിരിക്കാൻ തുടങ്ങി. അതോടെ ഈ പ്രശ്നത്തിന് പരിഹാരവുമായി. വിഷമിതനായ ധ്യാൻചന്ദ് അവൻ്റെ കടയിലേക്ക് തിരിച്ചുപോയി. ബിർബൽ ആ നാണയം നമ്മുടെ ഗോപുവിന് കൊടുത്തിട്ട് പറഞ്ഞു, ചെല്ലു ഗോപു, നീ ഈ നാണയം കൊണ്ട് പലഹാരങ്ങൾ മേടിച്ച് കഴിക്കും. അതോടെ ഗോപുവും സന്തോഷവാനായി തിരിച്ചുപോയി. കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അക്ബറിൻ്റെയും ബിർബലിൻ്റെയും കൂടുതൽ കഥകളുമായി കാതിക വീണ്ടും വരും. ഈ കഥയിൽ നിന്ന് കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലായത്? ഒരു പാവപ്പെട്ടയാളെ ധ്യാൻചന്ദ് പറ്റിക്കാൻ ശ്രമിച്ചപ്പോൾ ബിർബൽ തിരിച്ച് അതേ നാണയത്തിൽ പറ്റിച്ചു, അല്ലേ? മലയാളത്തിൽ ഇതിന് പറയുന്നത് ഉരുളയ്ക്കുപ്പേരി എന്നാണ്. കുട്ടികൾ ഒന്ന് പറഞ്ഞു നോക്കൂ,
ഇനി കടുങ്കഥയിലേക്ക്. കറുപ്പാണ് എൻ്റെ നിറം, നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാനും വരും. ഉത്തരം നിഴൽ, നമ്മുടെ ഷാഡോ. ഷാഡോ നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ വരില്ലേ? കൂട്ടുകാർക്ക് ഈ കടുങ്കഥയും അക്ബർ ബിർബലിൻ്റെ കഥയും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ കഥകളുമായി കാതിക വീണ്ടും. നന്ദി.